പേരും ടീസറും ട്രെയിലറുമൊക്കെ സൂചിപ്പിക്കും പോലെ കോടതിമുറിക്കുള്ളിലെ കഥ പറയുന്ന കോർട്ട് റൂം ഡ്രാമയാണ് സുരേഷ് ഗോപി പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന എസ് കെ സുരേഷ് ഗോപിയുടെ തന്നെ ചിന്താമണി കൊലക്കേസ് എന്ന സിനിമയുമായി വിദൂരസാമ്യം ആരോപിക്കാവുന്ന ചിത്രത്തിന്റെ കഥപറച്ചിൽ രീതി, പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമാണ്. ഒരു കുറ്റകൃത്യം സംഭവിച്ചാൽ കുറ്റാരോപിതരാണെന്നു കണ്ടുപിടിച്ചിട്ടു മാത്രം കാര്യമില്ല, മറിച്ച് അതിന്റെ കാരണം കണ്ടെത്തി തൊലിപ്പുറത്തെ ചികിത്സക്കപ്പുറമുള്ള നടപടികൾ വേണമെന്ന് ചിത്രം പറഞ്ഞു വയ്ക്കുന്നു. ജാനകി എന്ന കേന്ദ്രകഥാപാത്രത്തെ ചുറ്റിപ്പറ്റിയാണ് സിനിമയും അതിലെ എല്ലാ കഥാപാത്രങ്ങളും വിരാജിക്കുന്നത്. നീണ്ട ഇടവേളയ്ക്കു ശേഷം അനുപമ പരമേശ്വരൻ മലയാളത്തിലേക്ക് മടങ്ങിയെത്തുന്നത് ജാനകി എന്ന ഈ ശക്തമായ കഥാപാത്രത്തിലൂടെയാണ്. ജാനകി എന്ന പെൺകുട്ടിയും അവളുടെ അതിജീവന സമരവും അവളെ പിന്താങ്ങിയും എതിർത്തും എത്തുന്ന സമൂഹവുമാണ് ചിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. സിനിമയുടെ ആദ്യ പകുതി വളരെ മികച്ചതാണ്. പ്രത്യേകിച്ച് ഇന്റർവെല്ലിനു മുൻപുള്ള അരമണിക്കൂർ. ചടുലവും വൈകാരികവുമായ ആ സമയത്തെ രംഗങ്ങൾ പ്രേക്ഷകനെ കോരിത്തരിപ്പിക്കുന്നതാണ്. പ്രധാന കഥയുടെ പശ്ചാത്തലം പ്രേക്ഷകന് പൂർണ്ണമായി മനസ്സിലാകണമെങ്കിൽ ആദ്യ പകുതി ഏതാണ്ട് കഴിയണം. സാധാരണ ഇൻട്രോയിലൂടെ സുരേഷ് ഗോപിക്ക് ഒരു അമാനുഷിക പരിവേഷം കൊടുക്കാതിരിക്കാൻ അണിയറക്കാർ ശ്രമിക്കുന്നുണ്ടെങ്കിലും പിന്നാലെ വരുന്ന ചില രംഗങ്ങളിൽ അവരറിയാതെ തന്നെ ഒരു മാസ് ഹീറോ അപ്പീൽ അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. ആദ്യ പകുതി സ്വീകരിച്ചു പോന്ന രീതിക്ക് നേർവിപരീതമാണ് രണ്ടാം പകുതി. കോടതി മുറിയിൽ നിന്നും കുറ്റാന്വേഷണത്തിലേക്ക് സിനിമ വഴിമാറുന്നു. സാധാരണ സിനിമകളിൽ പോലീസുകാരാണ് ഇതിനു നേതൃത്വം നൽകുന്നതെങ്കിൽ ഇവിടെ സാധാരണക്കാരാണ് അതിനു മുന്നിട്ടിറങ്ങുന്നത്. ആദ്യ പകുതിയുടേതുപോലെ തിരക്കഥ കുറച്ചുകൂടി ടൈറ്റ് ആക്കിയിരുന്നെങ്കിൽ രണ്ടാം പകുതി കുറച്ചുകൂടി ആസ്വാദ്യകരമായേനെ. ജാനകിയായി അനുപമ പരമേശ്വരൻ മികച്ച പ്രകടനമാണ് നടത്തുന്നത്. പഞ്ച് ഡയലോഗുകളും അതിനു ചേർന്ന ഡെലിവറിയും പുത്തരിയല്ലാത്ത സുരേഷ് ഗോപി അനായാസം വക്കീൽ വേഷം കൈകാര്യം ചെയ്തു. വലിയ താരനിരയിൽ യദുകൃഷ്ണൻ, അസ്കർ അലി, ജയൻ ചേർത്തല, ശ്രുതി രാമചന്ദ്രൻ തുടങ്ങിയ ചിലർ തങ്ങളുടെ കരിയറിലെ തന്നെ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവച്ചിട്ടുണ്ട്. രചനയും സംവിധാനവും നിർവഹിച്ച പ്രവീൺ നാരായണൻ ആദ്യ ചിത്രത്തിന്റെ ബാലാരിഷ്ടതകളില്ലാതെ മികവു പുലർത്തി. തിരക്കഥയിലെ ചില ഡയലോഗുകളും രംഗങ്ങളും സന്ദർഭോചിതമല്ലാതെ കൂട്ടിച്ചേർക്കപ്പെട്ടതുപോലെ തോന്നിപ്പിച്ചു. സിസ്റ്റവും അതിന്റെ തകരാറും പർച്ചയാകുന്ന ഇക്കാലത്ത് അത് ബോധപൂർവമല്ലെന്ന് വാദിക്കാനും തരമുണ്ട്. രൺദീപിന്റെ ഛായാഗ്രഹണവും സംജിത് മുഹമ്മദിന്റെ എഡിറ്റിംഗും മികച്ചുനിന്നു. ജിബ്രാന്റെ പശ്ചാത്തല സംഗീതവും ഗിരീഷ് നാരായണന്റെ സംഗീതവും മോശമല്ലാത്ത അനുഭവമായിരുന്നു. കോർട്ട് റൂം ത്രില്ലറുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ആസ്വദിക്കാവുന്ന ചിത്രമാണ് JSK. സെൻസർ ബോർഡ് എന്തിനാണ് ഈ ചിത്രത്തിൽ ഇത്രയധികം വെട്ടിത്തിരുത്തലുകൾ ആവശ്യപ്പെട്ടതെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നുമില്ല. എന്നിരുന്നാലും ആകെ മൊത്തത്തിൽ സിനിമയുടെ പബ്ലിസിറ്റിക്ക് അത് ഗുണകരമായി. എന്താണിതിലിത്ര വിവാദമെന്ന ആകാംക്ഷ വരും ദിവസങ്ങളിൽ തിയേറ്ററിൽ ആൾക്കൂട്ടമായി മാറുമോയെന്നു കാത്തിരുന്നു കാണാം.